വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ഒരുമനപ്പെട്ട് കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം ചെയ്ത വലിയ ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോക രാജ്യങ്ങളിലിരുന്ന് യൂട്യൂബ് ചാനൽ വഴി ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ പിന്നെയും അനുഗ്രഹിക്കേണ്ടതിന്, കർത്താവിൻ്റെ വലിയ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുത്തേണ്ടതിന് കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. അല്പനിമിഷം ധ്യാനിപ്പാൻ ഈ പ്രഭാതത്തിൽ 40-ാമത്തെ സങ്കീർത്തനം 8-ാമത്തെ വാക്യം, 40-ാമത്തെ സങ്കീർത്തനം 8-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിൻ്റെ 14-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് നോക്കാം. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ, എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനം ഏൽക്കട്ടെ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ താല്പര്യപ്പെട്ട് ഒരു ഉടമ്പടി ചെയ്യുന്ന ദാവീദിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പലപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നിയമിക്കപ്പെട്ടവർ പലപ്പോഴും ദൈവത്തിൻ്റെ ഹിതത്തിനോ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനോ നിൽക്കുവാൻ കഴിയാതെ അതിനകത്തുനിന്ന് വിഘടിച്ച് യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇവിടെ ദാവീദ് ഒരു ഉടമ്പടി ചെയ്ത് ദൈവത്തിൻ്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അതിൻ്റെ ആദ്യത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. കണ്ടോ? അപ്പോൾ കാത്തിരിക്കുക എന്തിനാ? ദാവീദിന് ചിലത് പ്രാപിപ്പാൻ, ചിലത് തൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ദൈവം മുമ്പിൽ ദാവീദ് കാത്തിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കുറുവാക്യം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടിരിക്കുക, നിൻ്റെ ഇഷ്ടം എനിക്ക് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും, കർത്താവെ, നിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. സ്തോത്രം. ഞാൻ പ്രിയപ്പെട്ട് നിൻ്റെ അടുത്തേക്ക് വരികയാണ്. സ്തോത്രം. അത് മാത്രവുമല്ല, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. കണ്ടോ? അപ്പോൾ പ്രിയപ്പെടുന്നതിന് പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ അകത്ത് ഞാൻ വച്ചിരിക്കുക. സ്തോത്രം. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ സഞ്ചരിക്കത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് ദൈവത്തിന് ദാവീദ് കൊടുക്കുക. എന്നാൽ ചിലയിടത്തൊക്കെ ദാവീദ് തെറ്റിലകപ്പെട്ടു, ചില ഭാഗത്തൊക്കെ ദാവീദ് ദൈവസന്നിധി വിട്ട് മാറി നിൽക്കേണ്ടി വന്നു. എന്നാൽ അവിടെയെല്ലാം ദാവീദും ദൈവവുമായിട്ടുള്ള ഒരു വലിയൊരു ബന്ധം. പ്രൈസ് ദി ലോർഡ്. ഒരു തെറ്റിലകപ്പെട്ട് കഴിഞ്ഞു. ദാവീദ് ദൈവസന്നിധിയിൽ നെടുമ്പാടെ വീണ് കരയുകയും പ്രാർത്ഥിക്കുകയും രട്ടിലും വെണ്ണീരിലും ഇരിക്കുകയും എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ എന്നിട്ട് താൻ പറയുകയാണ്, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. അപ്പം നോക്കൂ, ദാവീദിനെ കൊല്ലാൻ പദ്ധതിയിട്ട് വ്യക്തികൾ ഇങ്ങനെ ദാവീദിനെ തേടി നടക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാത്തിരിക്കുന്നതിലൊരു ഉദ്ദേശമുണ്ട്. ഏതൊക്കെയോ ചിലത് പ്രാപിപ്പാനാണ്. സ്തോത്രം. കാരണം 39-ാം അധ്യായത്തിൽ ദാവീദ് വളരെ പ്രാർത്ഥിക്കുക. സ്തോത്രം. പറയുന്നത് ഇങ്ങനെയാണ്: യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. കണ്ടോ? അടുത്ത് പറയുന്നത്: എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുതേ, ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെ പോലെ നിന്റെ സന്നിധിയിൽ പ്രൈസ് ദി ലോർഡ് അന്യോന്യം പരദേശിയും ആകുന്നുവല്ലോ, അന്യനും പരദേശിയുമാകുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കൂ, അവൻ തന്നെ പറയുക, ഞാൻ പിതാക്കന്മാരെ പോലെ എന്താ? അന്യനുമാണ്, പിന്നെ എന്താ? പരദേശിയുമാണ്. സ്തോത്രം. അപ്പോൾ ദാവീദ് ചില വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇന്ന് പ്രഭാതത്തിൽ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി രാവിലെ പ്രഭാത പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച ആരെങ്കിലും ഉണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ? എന്നാൽ ഈ വചനം നിങ്ങൾക്കുള്ളതാ. സ്തോത്രം. ആമേൻ. ഈ അധ്യായം നിങ്ങൾക്കുള്ളതാ. ചിലത് പ്രാപിപ്പാൻ കാത്തിരിക്കുക. സ്തോത്രം. ആമേൻ.
അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. അപ്പോൾ നിലവിളിയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ആമേൻ ദാവീദിനെ നമുക്ക് കാണാം. ഇന്ന് പകലിൽ നമ്മുടെ പ്രാണനെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. കഴിഞ്ഞ രാത്രി നമ്മെ വിട്ട് കടന്നുപോയി എത്രയോ ആയിരങ്ങൾ വിപത്തുകളാൽ, അനേക അപകടങ്ങളാൽ ഭവനങ്ങൾ ആമേൻ കത്തുകയും ആമേൻ സ്തോത്രം ആ ഭവനങ്ങൾ ഇടിഞ്ഞ് ആ വീട്ടിനകത്ത് കിടക്കുന്നവരുടെ മണ്ടയ്ക്ക് വീഴുകയും ആമേൻ മരങ്ങൾ കടപൊഴുകി വീഴുന്ന അനുഭവങ്ങൾ, ഒത്തിരി സംഭവങ്ങൾ നമ്മൾ രാവിലെ തന്നെ അറിഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഒരു ദൈവപൈതൽ ആമേൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ താല്പര്യപ്പെടണം. സ്തോത്രം. ആമേൻ. നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം ഒത്തിരി ഇഷ്ടങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് ചിന്തിച്ച് ഇന്ന് പകലിൽ ആ ഇഷ്ടത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. എന്നാൽ 27-ാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദാവീദ് രാജാവ് പറയുന്നൊരു വാക്ക് ശ്രദ്ധിച്ച്, ആമേൻ, യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. ആമേൻ സ്തോത്രം. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതെ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. അപ്പൊ നോക്കൂ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു ദൈവപൈതൽ പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവേ, ആമേൻ, എൻ്റെ അപ്പനും അമ്മയും എന്നെ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. അങ്ങനെ ഉള്ളവർക്കേ പറയാൻ പറ്റും. ഇന്ന് പകലിൽ ഞാൻ പ്രതീക്ഷിച്ചവരും എനിക്ക് ജന്മം തന്നവരും എൻ്റെ കൂടെ അവസാനത്തോളം എന്നെ സൂക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ പലരും എന്നെ വിട്ട് കടന്നുപോയി. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു? നിന്നിൽ പ്രിയം വച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയം നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പറ, കർത്താവേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ആമേൻ എന്നെ നീ ആമേൻ അനുവദിക്കണമേ എന്ന് ഒന്ന് പറയാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവ അനുവാദം തരാതെ ഒരിക്കലും നമുക്ക് ആ ഇഷ്ടം ചെയ്യാൻ കഴിയില്ല. അടുത്ത ദാവീദ് പറഞ്ഞു നോക്കി, 9-ാം വാക്യം. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അധരങ്ങളെ ഞാൻ അടക്കിയില്ല. യഹോവേ, നീ അറിയുന്നു. സ്തോത്രം. അപ്പൊ ദാവീദ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു. എവിടെയാ? നീതിയായി പ്രസംഗിച്ചു. സ്തോത്രം. എവിടെ? മഹാസഭയിൽ. അല്ലാതെ വീട്ടിനകത്തോ അല്ലെങ്കിൽ കവലകളിലോ എന്നല്ല അവിടെ പറഞ്ഞത്. ഞാൻ നിന്റെ മഹാസഭയിൽ എന്ത് ചെയ്തു? നീതിയെ പ്രസംഗിച്ചു. അധരങ്ങളെ ഞാൻ എന്ത് ചെയ്യില്ല? അടക്കിയിട്ടില്ല. സ്തോത്രം. രാവും പകലും നിനക്ക് വേണ്ടി ഞാൻ ഘോരഘോരമായി പ്രസംഗിക്കുന്നു. കർത്താവേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. സ്തോത്രം. ആമേൻ. നീ എൻ്റെ ആമേൻ രക്ഷകനാണെന്ന് എനിക്കറിയാം. എന്നാൽ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ആമേൻ, ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. സ്തോത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വന്ന ദാവീദ് പറയും, കർത്താവേ, എനിക്ക് നിന്റെ ഇഷ്ടം ചെയ്യണം. ആമേൻ. എന്നാൽ തികയ്ക്കാതിരിക്കാൻ ഒത്തിരി പേര് എൻ്റെ പ്രാണന് വേണ്ടി വെല്ലുവിളിക്കുന്നു, എന്നെ കൊന്നുകളയാൻ. ആമേൻ. നീ തന്ന സ്ഥാനമാനങ്ങൾ തകർത്ത് കളയുവാൻ ആമേൻ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നു. എൻ്റെ രക്തത്തിൽ ജനിച്ച എൻ്റെ തലമുറ വരെ എൻ്റെ കൂടെ ഇല്ലാത്ത സാഹചര്യത്തിലാണ്. ഇന്ന് പകൽക്കാലം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത് നിങ്ങളോടാണ് ഈ ദൂത് പറയുന്നത്. ആമേൻ. സ്തോത്രം. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ആമേൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതവേളയ്ക്കായി സ്തോത്രം. നിന്റെ ജനം ഏത് വിഷയത്തിനാണോ പ്രാർത്ഥിക്കുന്നത്, ഞെരുങ്ങുന്നത്, ഇന്ന് പകലിൽ ആ വിഷയം അവർക്ക് ദൈവം അവൻ നിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി കടബാധ്യതയിൽ കൂടെ, ഒത്തിരി ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ഒത്തിരി പേര് ആമേൻ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. സ്വർഗ്ഗം അവരൊക്കെ ആമേൻ മാനിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണം. കർത്താവെ, സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ വലിയ മഹത്വം കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ
ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.